2 പത്രോസ് 1:19. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നാം വായിച്ച തർജ്ജമയിൽ ഒരു തർജ്ജമ പെശകൊണ്ട് നാം വായിച്ചത് എങ്ങനെയാണ്? പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. ശരിയായ തർജ്ജമ ഞാനിവിടെ പറയുന്നു. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. എന്ത് കരുതണം? പ്രവാചകവാക്യം അഥവാ ദൈവത്തിൻ്റെ വചനം. എവിടെ കരുതണം? നമ്മുടെ ഹൃദയങ്ങളിൽ കരുതണം. എങ്ങനെ കരുതണം? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതണം. എത്രത്തോളം സമയം കരുതണം? ഉദയനക്ഷത്രം ഉദിക്കുകയും നേരം വെളുക്കുകയും ചെയ്യുവോളം കരുതണം. ഉദയനക്ഷത്രം ഉദിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കാണുന്ന ഒരു കാര്യമല്ല. ആരാണോ ഉറക്കളച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ ഉദയനക്ഷത്രം ഉദിക്കുന്നത് കാണുവാൻ കഴിയുകയുള്ളൂ. ഉറക്കപ്രിയന്മാരാരും കാണത്തില്ല. അവര് ഉറക്കം കഴിഞ്ഞ് പുതപ്പും പൊക്കി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഉദയനക്ഷത്രം ഉദിച്ച് മറഞ്ഞിരിക്കും. എന്നാൽ നേരം വെളുക്കുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്. അത് എല്ലാ ഉറക്കപ്രിയന്മാരും കാണും. അവൻ എഴുന്നേറ്റില്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യൻ്റെ കിരണങ്ങൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തും, അവനെ എഴുന്നേൽപ്പിക്കും. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ഉറക്കപ്രിയനായ ചെറുക്കനുണ്ടായിരുന്നു. അവൻ ശ്രദ്ധിച്ചപ്പോൾ കോഴിപ്പൂവൻ കൂവുന്നു. അപ്പം നേരം വെളുക്കുന്നു. നേരം വെളുക്കുന്നവന് ഇഷ്ടമല്ല. അവൻ നേരം വെളുക്കാതിരിക്കാൻ ചെയ്തത് കോഴിപ്പൂവനെ കൊന്നു. കുഞ്ഞ്, കോഴിപ്പൂവനെ കൊന്നതുകൊണ്ട് നേരം വെളുക്കാതിരിക്കയില്ല. ഉപദേശിയെ തല്ലിക്കൊന്നത് കൊണ്ട് യേശു വരാതിരിക്കയില്ല. ആമേൻ. ഉപദേശിമാരെ കൂവിക്കൊണ്ട് നടക്കുകയാണ്. യേശു വരുന്നേ, യേശു വരുന്നേ, യേശു വരുന്നേ എന്ന് കൂവിക്കൊണ്ട് നടക്കുകയാണ്. കുടിയന്മാർക്കും വെറിയന്മാർക്കും ഇത് ഇഷ്ടമല്ല. അവർ ഞങ്ങളെ തല്ലിക്കൊന്നത് കൊണ്ട് യേശു വരാതിരിക്കയില്ല. ഞങ്ങളെ തല്ലിക്കൊന്നാലും യേശു രണ്ടാമത് വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ യേശു വരുമെന്ന്? ലോകത്തിലെ പല മഹാന്മാരും വന്നിട്ടുണ്ടെങ്കിലും അവരാരും രണ്ടാമത് വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവ് മാത്രമാണ് രണ്ടാമത് വരാമെന്ന് പറഞ്ഞു പോയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ എവിടെ? മതഗുരുക്കന്മാർ എവിടെ? ഈ ലോകം കണ്ട മഹാന്മാർ എവിടെ? അവരൊക്കെ മരിച്ചുപോയി. രണ്ടാമത് വരാമെന്ന് പറഞ്ഞു വന്ന ഏതെങ്കിലും നേതാവുണ്ടോ? ഇല്ല. ഒരു നേതാവുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ദൈവസഭയിൽ ആരും നേതാവ് കളിക്കരുത്. ദൈവസഭയിൽ നേതാക്കന്മാരില്ല. ദൈവസഭയിൽ ഒരു നേതാവേ ഉള്ളൂ. അത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. നമ്മളെല്ലാവരും അവൻ്റെ ശിഷ്യന്മാരാണ്. ആ മനോഭാവം ഏത് സഭയ്ക്കുണ്ടോ ആ സഭ വളരും. സ്തോത്രം, സ്തോത്രം. ഇവിടെ നീ റവയായി കളിച്ചുകൊണ്ട് കിടന്നാൽ നിന്നെ എൻ്റെ ദൈവം നല്ല പാഠം പഠിപ്പിക്കുന്ന ദിവസം വരുന്നു. റവറൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭയങ്കരൻ എന്നാണ്. നമ്മളാരും ഭയങ്കരന്മാരല്ല. ദൈവം മാത്രമാണ് ഭയങ്കരൻ. ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവം ഭയങ്കരനാണെന്നാണ്. പാസ്റ്റർമാരാരും ഭയങ്കരന്മാരാകരുത്. ആമേൻ. പാസ്റ്റർമാരായാൽ മതി. ആരും ഭയങ്കരന്മാരാകരുത്. നമുക്ക് റവയും വേണ്ട, മൈദയും വേണ്ട. നമുക്ക് വേണ്ടത് പാസ്റ്റർമാരെയാണ്. ഉദയനക്ഷത്രം ഉദിക്കുക. 2, നേരം വെളുക്കുക. എന്താണ് ഉദയനക്ഷത്രം ഉദിക്കുക? യേശു ഒന്നാമത് വന്ന് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. യേശു സ്വർഗത്തിലേക്ക് പോയെന്ന് പ്രസംഗിക്കേണ്ടത് ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ഒളിച്ച് സ്വർഗത്തിലേക്ക് കടന്നു കളയാതെ ശിഷ്യന്മാർ കാണുകയാണ് സ്വർഗാരോഹണം ചെയ്തത്. ആമേൻ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ കാണാതെ ഇവിടുന്ന് കടന്നു കളഞ്ഞായിരുന്നെങ്കിൽ അവരുടെ പ്രസംഗം എങ്ങനെയായിരിക്കും? യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, കുറച്ചു നാളായിട്ട് കാണാനില്ല. അങ്ങനെ പ്രസംഗിച്ചാൽ ആരെങ്കിലും ബന്ധക്കോസി വരുമോ? സ്തോത്രം. എന്നാൽ അവർ പ്രസംഗിച്ചത് അങ്ങനെയല്ല. യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ യേശു സ്വർഗത്തിലുണ്ട്?
നമ്മുടെ മഹാപുരോഹിതൻ റോമിലല്ല, നമ്മുടെ മഹാപുരോഹിതൻ അന്ത്യോക്യയിലല്ല, നമ്മുടെ മഹാപുരോഹിതൻ കുമ്പനാട്ടല്ല, നമ്മുടെ മഹാപുരോഹിതൻ തിരുവല്ലായിലല്ല, നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തിലാണ്. നമുക്കൊരു മഹാപുരോഹിതനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ചില നാളുകളില് ചില പട്ടക്കാര് സ്നാനപ്പെട്ടു. അവര് ചിലര് വസ്ത്രം ഊരിയവരുണ്ട്, പൗരോഹിത്യ വസ്ത്രം ഊരി നല്ല വസ്ത്രം ധരിച്ചവരുണ്ട്. എന്നാൽ ചില പട്ടക്കാര് സ്നാനപ്പെട്ടിട്ട് പൗരോഹിത്യ വസ്ത്രം മുഴുവൻ ഊരാതെ കുറച്ചിട്ടുകൊണ്ട് കിടക്കുകയാണ്. അത് വളരെ മോശമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ വിശ്വാസികളെ പോലെയുള്ള വേഷമാണ് അവർ ധരിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾ നോക്ക്, ഞാൻ വെള്ള ഉടുപ്പും വെള്ള മുണ്ട് ഉടുത്തിരിക്കുന്നത് എനിക്ക് വെള്ള ഇഷ്ടമായതുകൊണ്ടാണ്. ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം, യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന് മാത്രം. സ്തോത്രം. ഞാൻ ധരിച്ചതുപോലെയുള്ള വെള്ള ഉടുപ്പും വെള്ള മുണ്ടും ഇവിടെ ഇരിക്കുന്ന ഏത് സഹോദരന്മാർക്കും ധരിക്കാം. സ്തോത്രം. എന്നാൽ ആ സ്ഥാനപ്പെട്ട പ്രിയപ്പെട്ട ധരിച്ചിരിക്കുന്ന കുപ്പായം ചിലര് ധരിച്ചാൽ അവര് സമ്മതിക്കത്തില്ല. വിശ്വാസി ധരിച്ചാൽ സമ്മതിക്കത്തില്ല. നമുക്കങ്ങനെ പൗരോഹിത്യ വസ്ത്രമില്ല. നമുക്കൊരു മഹാപുരോഹിതനേ ഉള്ളൂ, അത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ യേശു സ്വർഗത്തിൽ ജീവിക്കുന്നു? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ഒരു കൊച്ച് പട്ടം പറപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ ആ വഴിയായി വന്നു. ആ കൊച്ച് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ വയസ്സനായ മനുഷ്യൻ ചോദിച്ചു, മോനെ നീ എന്താണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? പട്ടം പറപ്പിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈവക്ക. ഇല്ല, അതിന് പറപ്പിക്കണ്ട, ട്രാക്ട് കൊടുത്തല്ലേ ലേഖ, അതിന് പ്രതിഫലം കിട്ടും. അവനിങ്ങനെ പട്ടം പറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ വയസ്സൻ ചോദിച്ചു, എന്താണ് മോനെ നീ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? അവൻ പറഞ്ഞു, അപ്പച്ചാ ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. ആ അപ്പച്ചൻ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ പട്ടമൊന്നും ആകാശത്ത് കാണാനില്ലല്ലോ. അപ്പോൾ ആ മോൻ പറഞ്ഞു, അപ്പച്ച ഞാൻ നോക്കിയിട്ട് പോലും എൻ്റെ പട്ടം എനിക്ക് കാണാൻ കഴിയുന്നില്ല. അത്ര ഉയരത്തിലാണ് എൻ്റെ പട്ടം കിടന്ന് പറക്കണത്. പിന്നെ എങ്ങനെയാണ് വൃദ്ധനായ അപ്പച്ചൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക? പക്ഷേ എൻ്റെ പട്ടം അപ്പച്ചന് കാണാൻ കഴിയത്തില്ല, എനിക്കും കാണാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ പട്ടം മുകളിലുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം പട്ടത്തെ കെട്ടിയ ചരട് എൻ്റെ കയ്യിലാണ്. അതിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്കറിയാം പട്ടം മുകളിലുണ്ട്. ഇതുപോലെ ചോട്ട കാലി വിശ്വാസികൾക്ക് ഒരു ഉറപ്പുമില്ല. പരിശുദ്ധാത്മാവുന്ന ചരടിട്ട് ഇങ്ങനെ പിടിച്ചാൽ നമുക്കറിയാം യേശു മുകളിലുണ്ട്. ഇത് പറഞ്ഞിട്ട് നീ ഒരു ഹല്ലേലൂയ പറയുന്നില്ലെങ്കിൽ നിന്നെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ യേശു മുകളിലുണ്ട്. അവന് ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മുടെ മർത്തി ശരീരത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ താഴോട്ടും മുകളിലോട്ടും ചാടിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഉറക്കം തൂങ്ങികളായ വിശ്വാസികൾ ആരും എൻ്റെ കർത്താവിന് വരവെങ്കിൽ പോകത്തില്ല. ആത്മനിറവുള്ളവരെ ചേർക്കാനാണ് യേശു വരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സ്വത്രം പോലും പറയാത്ത നീ ഏത് സ്വർഗത്തിൽ പോകാനാ? സ്വർഗത്തിൽ ചെന്നാൽ സദാ ആരാധനയാണ്. ആമേൻ. സഭായോഗം മുടക്കി കല്യാണത്തിന് പോകുന്ന ഒരു ഒറ്റ വിശ്വാസി കർത്താവിന് വരവെങ്കിൽ പോകത്തില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. സ്തുതി വരുന്നില്ല, കല്യാണത്തിന് പോയില്ലേ, ഇനി പോകരുത്. 2009 ദൈവം തന്നാൽ സഭായം മുടക്കി കല്യാണത്തിന് ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചോളൂ. സഭായം മുടക്കാതെ മുമ്പോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈവന്തിച്ചേ. സഭായം എനിക്ക് മുടക്കാൻ ആഗ്രഹമില്ല, എനിക്ക് അങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് താല്പര്യം ഉണ്ടെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവന്തിച്ചേ. പൊന്തിച്ചു പിടിക്കേ. ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് സ്വർഗത്തിൽ ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. യേശുവിടെ പക്ഷപാതം ചെയ്യുന്നത് പാപിക്ക് വേണ്ടിയല്ല. യേശുവിടെ പക്ഷപാതം ചെയ്യുന്നത് തന്നിൽ വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്. പാപിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടത് ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മൾ പാപികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. അവർ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരാൻ. യേശു ഇവിടെ ഇത് പക്ഷപാതം ചെയ്യുന്നത് തന്നിൽ വിശ്വസിച്ചവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുകയാണ്.
അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുള്ളതിനാൽ, ഒരു കർത്താവുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മഹാപുരോഹിതനുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പറഞ്ഞിട്ടുണ്ട്, അവൻ രണ്ടാമത് വരാമെന്ന്. അനേക വിശുദ്ധന്മാര് അവൻ്റെ വരവ് കാത്തിരുന്ന് കാണാൻ കഴിയാതെ മരിച്ച് അക്കരെ നാട്ടിലേക്ക് പ്രവേശിച്ചു. നമ്മൾ കാത്തിരിക്കുകയാണ്. അത് യേശു നമ്മുടെ തലമുറയിൽ വരും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് യേശു എൻ്റെ തലമുറയിൽ വരും. ആമേൻ. 2008 വരുമെന്ന് വിചാരിച്ചിരുന്നു, ഇതുവരെയും വന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ഇനി രണ്ടാമത് വരും. അവന് രണ്ടാം വരവിന് 2 പതനങ്ങൾ, 2 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാം ഘട്ടത്തിൽ യേശു മധ്യാകാശം വരെ വരും. രണ്ടാം ഘട്ടത്തിൽ യേശു ഭൂമിയിലേക്ക് വരും. ആ ഒന്നാം ഘട്ടത്തിൽ മധ്യാകാശത്തിൽ വരുന്നതാണ് ഉദയനക്ഷത്രം ഉദിക്കുക എന്ന് വെച്ചാൽ രഹസ്യവരവ്. അത് കഴിഞ്ഞ് 7 വർഷം ഇവിടെ അന്തിക്രിസ്തു ഈ ലോകത്തെ വാഴും. അത് കഴിയുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പരസ്യമായി വരും. അതാണ് നേരം വെളുക്കുക, സൂര്യൻ ഉദിക്കുക, നീതിயின் സൂര്യനായി കർത്താവ് വരും. അതുകൊണ്ട് ഉറക്കപ്രിയന്മാർ ഉദയനക്ഷത്രം കാണുകയില്ല. അവര് ഉറങ്ങി എഴുന്നേറ്റ് വീഴുമ്പോഴത്തേക്കും ഉദയനക്ഷത്രം പോയിരിക്കും. ഇതുപോലെ ആത്മീകമായി ഉറങ്ങുന്ന ആരും കർത്താവിൻ്റെ രഹസ്യവരവ് അറിയുകയോ ഇല്ല, അവരോട്ട് പോകുകയോ ഇല്ല. പോകാത്ത ബന്ധക്കോസുകാർ വല്ലവരും ഉണ്ടെങ്കിൽ പിറ്റേ ഞായറാഴ്ച അവർ ബൈബിൾ എടുത്തുകൊണ്ട് സഭായോഗത്തിൽ വരും. പക്ഷേ പാസ്റ്ററും ഉണർന്നിരുന്ന വിശ്വാസികളും കാണത്തില്ല. സ്വോത്രം. ഡ്രം കാണും, മേശ കാണും, സ്വോത്രാഴ്ച പാത്രവും കാണും. അവർക്ക് സ്വോത്രാഴ്ച ഇട്ടിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷെ ഒരു മെച്ചവും ഇല്ല. കുഞ്ഞ് സ്വോത്രം പറഞ്ഞ് കല്യാണിയെ പറഞ്ഞ് നീ നടന്നിട്ട് കർത്താവിന് വരുമെങ്കിൽ പോയില്ലെങ്കിൽ നാട്ടുകാര് പഴത്തൊലി വാരി നിന്നെ എറിയും. സ്തോത്രം. ഈ സങ്കീർത്തനത്തിലൊക്കെ സേലയുണ്ട്. അതുപോലെ ഞാനൊരു സേലയുടെ അവിടെ ഒരല്പസമയം നിൽക്കുക, ചിന്തിക്കാൻ. ഇതിങ്ങനെ പറഞ്ഞു വിട്ടാൽ പറഞ്ഞല്ലോ, ഒന്ന് ചിന്തിക്കണ്ടേ. സ്തോത്രം. അപ്പോൾ ഉദയനക്ഷത്രം ഉദിക്കുക രഹസ്യവരവ്, നേരം വെളുക്കുക പരസ്യവരവ്. രഹസ്യവരവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരികയാണ്. പരസ്യവരവ് വിശുദ്ധന്മാരോടുകൂടെ ഭൂമിയിലേക്ക് വാഴാൻ വരികയാണ്. നാം ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, യേശു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു പറഞ്ഞത് ഞാനും എൻ്റെ മമ്മിയും വഴിയും സത്യവും ജീവനുമാകുന്നു എന്നല്ല, ഐ ആം ദ വേ, ഞാൻ തന്നെ വഴി. ആമേൻ. ആ വെളിപ്പാട് കിട്ടിയവർ ദൈവത്തെ സ്തുതിക്ക്. യേശു പറഞ്ഞത് ഞാനും എൻ്റെ ഡാഡിയും വഴിയും സത്യം ജീവനുമാകുന്നല്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. മറിയ സ്വർഗത്തിൽ മരണശേഷം പോയത് യേശുവിലൂടെയാകയാൽ നമുക്ക് യേശുവിലൂടെ പോകാം. മറിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷേ മറിയെ ഞങ്ങൾ ആരാധിക്കയില്ല. സമുദായക്കാര് മറിയെ ബഹുമാനിക്കുകയായിരുന്നെങ്കിൽ വഴിവക്കത്ത് മറിയയുടെ പ്രതിമയുണ്ടാക്കി അവരെ ഭണ്ഡാരം വെക്കാൻ പാടില്ലായിരുന്നു. അവര് യേശുവിൻ്റെ അമ്മയായ മറിയെ ധർമ്മക്കാരൻ റോഡ് സൈഡ് തുണി വിരിച്ചിരിക്കുന്നത് പോലെ ഇതാ പൈസ പിരിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. അവരാണ് മറിയായെ അപമാനിക്കുന്നവർ. നമ്മൾ മറിയായെ അപമാനിക്കുന്നവരല്ല, ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വഴി സൈഡില് ധർമ്മക്കാരനെ പോലെ നമ്മൾ നിർത്താത്തത്. ഹല്ലേലൂയ. മറിയെ നമ്മൾ ആരാധിക്കുന്നില്ല. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചപ്പോൾ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നു. 3 പരീക്ഷ. അതിലൊരു പരീക്ഷ ഇങ്ങനെയാണ്. യേശുവിനെ ഉയർന്ന ഒരു പർവ്വതത്തിൽ മലയിൽ കൊണ്ടുപോയിട്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തന്നേക്കാം. യേശു നമസ്കരിച്ചില്ല. യേശു അങ്ങനെ നമസ്കരിക്കുന്നവനല്ല. ആമേൻ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ വലിയവനായ ദൈവം മാത്രമാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒഴികെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും നാമത്തിൽ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ, ആ ആരാധന സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ആരാധന സ്വീകരിച്ച് മറുപടി നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിശാചാണ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉറക്കെ സ്തുതിക്ക. അന്ത്യന്യായവിധി നാളിൽ ഈ പിശാചുക്കളെയെല്ലാം
പിശാചുക്കളെ ആരാധിച്ച മനുഷ്യരെയെല്ലാം ദൈവം കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ദൈവം ദൈവാദി ദൈവമായി സിംഹാസനത്തിലിരുന്നു കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പിശാചുക്കളോട്. അവർ ഇവിടെ അറിയപ്പെട്ടത് ദേവന്മാർ എന്നാണ്. അവരോട് ചോദിക്കും നമ്മുടെ കർത്താവ്, ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? അപ്പോൾ ഒരു പിശാച് വിറച്ചു കൊണ്ടുവന്ന് യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തും. എന്നിട്ട് പറയും, യേശുക്രിസ്തു ആണ് എൻ്റെ കർത്താവ്. എന്നിട്ട് പറയും, മഹാദൈവമേ ഞാനൊരു ദോഷവും ചെയ്തില്ല. പിശാച് നുണയനാണ്, ഞാനൊരു ദോഷവും ചെയ്തില്ല. ആ നിൽക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വൃദ്ധൻ, ഞാൻ എൻ്റെ ഭാവനയിൽ പറയാണ്, അവൻ എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നാളികേരം എറിഞ്ഞു പൊട്ടിച്ചു. ഞാൻ ഒരു സ്പൂൺ നാളികേരം വെള്ളം കുടിച്ചില്ല, ഒരു നാളികേര കൊത്തു പോലും ഞാൻ തിന്നില്ല. ദാ അപ്പുറം നിൽക്കുന്നവനുണ്ടല്ലോ, എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുക, ഞങ്ങൾ നാളികേരം എറിഞ്ഞു പൊട്ടിച്ചത് ദൈവത്തിന് മുമ്പിലല്ല, ഈ പന്ന പിശാചിന്റെ മുമ്പിലാണ്. സ്വത്രം സ്വത്രം. ദൈവം നമ്മുടെ കണ്ണു തുറന്ന് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വെളിപ്പാട് കിട്ടി ആരും പിന്നെ അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോകത്തില്ല. ക്രിസ്തുമസുകാരെ കൊട്ടിപ്പാടി നിന്റെ വീട്ടിൽ വന്നാൽ നീ 10 പൈസ കൊടുക്കരുത്. നീ പൈസ കൊടുത്താൽ ബാബിലോണി ആത്മാവ് നിന്റെ വീട്ടിൽ കയറും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരൊറ്റ വിശ്വാസി നക്ഷത്രം കെട്ടി തൂക്കരുത്, അത് പൈശാചികമാണ്. ഡിസംബർ 25 യേശു ജനിച്ച തീയതിയല്ല. യേശു ജനിച്ചത് ഡിസംബർ മാസത്തിലേ അല്ല, തെളിയിക്കാൻ സമയമില്ല. ഏതാ ഡിസംബർ 25? നിമ്രോദിന്റെ മരണശേഷം നിമ്രോദിന്റെ ഭാര്യ ഒരു ആൺകൊച്ചിനെ പ്രസവിച്ചു. അപ്പോൾ ബാബിലോണി വധക്കാര് പറഞ്ഞു നിമ്രോദ് വീണ്ടും ജനിച്ചതാണ്. ആ കൊച്ചി ജനിച്ച തീയതിയാണ് ഡിസംബർ 25. ബാബേൽ മതക്കാര് സൂര്യദേവന്റെ ജന്മദിനമായി കൊണ്ടാടിയിരുന്ന ഡേറ്റ് ആണ് ഡിസംബർ 25. യേശു ജനിച്ചതല്ല. ഡിസംബർ 25 കേക്ക് മുറിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും സൂര്യദേവന്റെ ആളുകളാണ്. സ്വത്രം സ്വത്രം വരുന്നില്ല. ഹല്ലേലൂയ. പാട്ടും പാടി വീട്ടിൽ വന്നാ പറയണം, എൻ്റെ വീട്ടിൽ പാടണ്ട. ഞങ്ങൾ പാടും എന്ന് പറഞ്ഞാൽ കഴുത്തെ പിടിച്ച് തള്ളാൻ പോകണ്ട, അകത്ത് കയറി വാതിലടച്ചോളണം, 10 പൈസ കൊടുക്കരുത്. അതാ ഒറിജിനൽ പെന്തക്കോസ്. അങ്ങനെയുള്ളവരെ മതി നമുക്ക്. കുറേ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന പാശക്ക് സ്വത്രാഴ്ച കിട്ടും, ആളുകൾ നരകത്തിലും പോകും. ആളുകൾ കുറച്ചുള്ളെങ്കിലും നല്ല ഉഗ്രന്മാരായിരിക്കണം. സ്വത്രം. കാഹളം കേട്ടാൽ ഇവിടുന്ന് പറന്നു പോകുന്നവരായിരിക്കണം നമ്മുടെ വിശ്വാസികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പറ നെല്ലാണോ നല്ലത്, 10 പറ പതിരാണോ നല്ലത്? ഏതാ നല്ലത് പറ. ഒരു പറ നെല്ലാണോ നല്ലത്, 10 പറ പതിരാണോ നല്ലത്? ഏതാ നല്ലത്? ഒരു പറ നെല്ല്, നമുക്ക് നെല്ല് മതി, പതിരൊന്നും വേണ്ട പെന്തക്കോസിൽ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് മധ്യാകാശത്തിൽ വരുന്നത് നമ്മെ ചേർക്കാനാണ്. അത് രഹസ്യമായി വരും. ആമേൻ. സ്തോത്രം. എന്താണ് കർത്താവിന്റെ വരവ്? കർത്താവിന് നമ്മോടുള്ളതായ വാഗ്ദത്തങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദത്തവും ഏറ്റവും വലിയ വാഗ്ദത്തവുമാണ് അവൻ രണ്ടാമത് വരുമെന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണ് കർത്താവിന്റെ വരവ്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ജീവനുള്ള പ്രത്യാശയാണ്, ചത്ത പ്രത്യാശയല്ല, ജീവനുള്ള പ്രത്യാശ. കാരണം യേശുക്രിസ്തു ജീവനുള്ളവനാണ്. എന്താണ് കർത്താവിന്റെ വരവ്? ദൈവമക്കളുടെ ഭാഗ്യമേറിയ പ്രത്യാശ വിഷയമാണ്. എന്താണ് കർത്താവിന്റെ വരവ്? ദൈവമക്കൾക്ക് പുകഴ്ചയും തേജസ്സും മാനവും കൂലിയും പ്രതിഫലവും ലഭിക്കുന്ന സുവർണവേളയാണ് കർത്താവിന്റെ വരവ്. എന്താണ് കർത്താവിന്റെ വരവ്? ദൈവജനത്തിന്റെ ചിരകാല പ്രതീക്ഷയുടെ ശുഭസമാപ്തിയാണ് കർത്താവിന്റെ വരവ്. എന്താണ് കർത്താവിന്റെ വരവ്? മണവാളനും മണവാട്ടിയും തമ്മിൽ കണ്ടുമുട്ടുന്ന ശുഭസന്തോഷ മുഹൂർത്തമാണ് കർത്താവിന്റെ വരവ്. എന്താണ് കർത്താവിന്റെ വരവ്? ദൈവമക്കളുടെ കഷ്ടതയും അധ്വാനവും തീരുന്നത് കർത്താവിന്റെ വരവിലാണ്. ഞങ്ങളിങ്ങനെ പരസ്യയോഗങ്ങളൊക്കെ നടത്താൻ പോകാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു യോഗമാണ് പരസ്യയോഗം. പരസ്യയോഗം ഒക്കെ ഇങ്ങനെ നടത്തി ഞങ്ങൾ നടക്കുക. പക്ഷേ അതിനെല്ലാം ഒരു അവസാനം വരും കർത്താവ് വന്നാൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഷ്ടതകൾ തീരുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, ആ മനോഹര ദേശത്ത് നമ്മെ ചേർക്കുന്ന ആ ഉയർപ്പിന്റെ സുപ്രഭാതം എത്രയും വേഗം പൊട്ടിവിടരാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു വരുമോ? യേശു വരും. കാരണം എന്താ പറയുക? യേശു പറഞ്ഞിട്ടുണ്ട് യേശു വരുമെന്ന്. യേശു പറഞ്ഞാൽ പറഞ്ഞതാ, വാക്ക് മാറത്തില്ല. ഇന്നത്തെ ചില ആളുകളൊക്കെ വാക്ക് മാറും, പക്ഷെ യേശു വാക്ക് മാറാത്തവനാണ്. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. അവന്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നാണ്, ഇല്ല ഇല്ല എന്നാണ്. യേശു ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഉവ്വ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണോ എന്നറിയാൻ വേറെ ഒന്നും അന്വേഷിക്കാൻ പോകണ്ട, അങ്ങനെ തന്നെ. മാത്രമല്ല ദൈവമക്കളുടെ കേന്ദ്രവും ആശ്വാസത്തിന്റെ ദൂതുമാണ് കർത്താവിന്റെ വരവ്. മരണവീട്ടിലൊക്കെ നമ്മൾ ചെന്നാൽ പറയുന്നത് യേശു രണ്ടാമത് വരുന്നു എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചിട്ട് കരയുന്ന ഭാര്യ കരച്ചിൽ നിർത്തും. ആശ്വാസത്തിന്റെ ദൂതാണ് കർത്താവിന്റെ വരവ്. എന്താണ് കർത്താവിന്റെ വരവ്? ഈ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിലായി 260 അധ്യായങ്ങളുണ്ട്. 260 അധ്യായങ്ങളിലായി 318 പ്രാവശ്യം യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ആമേൻ. പഴയ നിയമത്തിൽ 39 അധ്യായങ്ങളാണ്. ആ 39 അധ്യായങ്ങളിൽ 39 പുസ്തകങ്ങളാണ്. 39 പുസ്തകങ്ങളിലായിട്ട് യേശു രണ്ടാമത് വരുമെന്ന് 350 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ യേശുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് ഏകദേശം 175 പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങൾ നിറവേറ്റാനാണ് ബേത്ലഹേമിൽ ജനിച്ച് കാൽവരി ക്രൂശിൽ അവൻ മരിച്ചത്. അപ്പോൾ ഏകദേശം 175 പ്രവചനങ്ങൾ നിറവേറി. ഒന്നാം വരവിനെ കുറിച്ച് ഏകദേശം 175 പ്രവചനങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാം വരവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഇരട്ടി 350 പ്രവചനങ്ങളുണ്ടെന്ന്. അപ്പോൾ 175 പ്രവചനങ്ങൾ നിറവേറ്റാൻ അവൻ ബേത്ലഹേമിൽ ജനിച്ച് കഷ്ടപ്പെട്ട് ലോകത്തിൽ ജീവിച്ച് ക്രൂശിൽ മരിച്ചെങ്കിൽ 350 എണ്ണം നിറവേറ്റാൻ യേശു രണ്ടാമത് വരും. പുതിയ നിയമത്തിൽ 318 പ്രാവശ്യം. അപ്പോൾ 668 പ്രാവശ്യം യേശു രണ്ടാമത് വരുമെന്ന് ഈ ബൈബിളിലുണ്ട്. 175 പ്രാവശ്യത്തെ പ്രവചനങ്ങൾ, 175 ഭാഗങ്ങൾ നിറവേറ്റാൻ അവൻ ഒന്നാമത് വന്നെങ്കിൽ 668 ഭാഗങ്ങൾ നിറവേറ്റാൻ യേശു വരാതിരിക്കയില്ല. സ്തോത്രം. പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ 14 താൻ ഒന്നാമത് എഴുതിയത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, ഒടുവിൽ എഴുതിയത് തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 14 ലേഖനങ്ങളാണ് പൗലോസ് എഴുതിയത്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 14 ലേഖനങ്ങളിലെ സ്നാനത്തെക്കുറിച്ച് 13 പ്രസ്താവനകളേ ഉള്ളൂ. സ്നാനം ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. എല്ലാ ദിവസവും സ്നാനപ്പെടണമെന്ന് ഈ ബൈബിളിൽ എഴുതിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നും സ്നാനപ്പെട്ടേനെ. പക്ഷേ യഥാർത്ഥ സ്നാനം ഒരിക്കൽ മതി. യാക്കോബക്കാരനായിരുന്ന എന്നെ മാമോദിസ വെള്ളം തളിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ 20-ാമത്തെ വയസ്സിൽ യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ പീച്ചി സ്വിമ്മിംഗ് പൂളിൽ അഭിഷിക്തനായ ദൈവദാസന്റെ കൈക്കീഴിൽ മുങ്ങി സ്നാനപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിലല്ല മുങ്ങിയെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുങ്ങി. സ്വത്രം. തിരുവനന്തപുരംകാരനായ ഒരു സഹോദരൻ ആൽപ്പാറ IPC അവിടെ നടത്തിക്കൊണ്ടിരുന്ന ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അന്ന് ഞാൻ പീച്ചി സഭയുടെ ശുശ്രൂഷകനാണ്. പീച്ചി സഭയിൽപ്പെട്ടതായ പോൾ എന്നു പേരായ ഒരു സഹോദരനും ആ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോൾ സഹോദരൻ ഈ സഹോദരനെയും കൂട്ടി ഞങ്ങളുടെ ഹാളിൽ വന്നു. ഞാൻ അറിഞ്ഞു ഈ സഹോദരൻ യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടതെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കുന്ന വേളയിൽ യേശുവിൻ്റെ നാമത്തിലല്ല സ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം. യഥാർത്ഥ സ്നാനം ഒരിക്കലേറ്റാൽ മതി. യഥാർത്ഥമല്ലാത്തത് എത്ര ഏറ്റാലും യഥാർത്ഥമായത് ഒന്ന് ഏൽക്കണം. ശരിക്ക് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അന്ന് യോഗം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ ഞാനും പോൾ സഹോദരനും കൂടെ അദ്ദേഹത്തെ പീച്ചി ഡാമിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. അങ്ങനെ സന്തോഷത്തോടെ അദ്ദേഹം ആൽപ്പാറ അപേക്ഷകളിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ വെറുതെ മുങ്ങിയതല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആഭരണം ഊരി മുങ്ങിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ.
ഹിന്ദു കുടുംബത്തിൽപ്പെട്ടതായ ഒരു സഹോദരനെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭാരതപ്പുഴയിലേക്ക് പോയി. അവിടെ ഭാരതപ്പുഴ മണൽപ്പുറത്ത് ഇരുന്ന് ആ സഹോദരന് വേണ്ടി സ്നാനത്തിൻ്റെ ക്ലാസ് എടുത്തു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആഭരണം ധരിച്ചവിടെ വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് സ്നാനപ്പെടണം, ഞാനിപ്പോൾ ആഭരണം ഊരാം, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ആഭരണം ഇടാൻ പാസ്റ്റർ സമ്മതിക്കണം. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ സ്നാനപ്പെടണ്ട, എന്നേക്കുമായി ആഭരണം ഊരാൻ നീ എന്ന് തീരുമാനിക്കുന്നു അന്ന് സ്നാനപ്പെട്ടാ മതി എന്ന് പറഞ്ഞ് അവളെ സ്നാനപ്പെടുത്താതെ അവളെ ഭർത്താവിനെ അന്ന് ഭാരതപ്പുഴയിൽ മുക്കി സ്നാനപ്പെടുത്തി. സ്തോത്രം. ഞങ്ങൾ സ്നാനപ്പെടുത്താൻ നേരത്ത് ആഭരണം ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ധരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സ്നാനപ്പെടുത്തുകയില്ല. കാരണം അത് വേദവിപരീതമാണ്. സ്തോത്രം, സ്തോത്രം. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഞാൻ തിരുവനന്തപുരത്ത് എള്ളുവിള വന്നിട്ട് ഞാൻ ഈ സത്യം പറയാതെ പോയിട്ട് നിങ്ങൾ ആരെങ്കിലും സത്യമറിയാതെ മരിച്ചുപോയാൽ നിങ്ങളുടെ രക്തം ഏക്കത്തമ്പിയോട് ചോദിക്കും. അതുകൊണ്ട് ന്യായവിധി നാളിൽ എൻ്റെ ഏപ്പാടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, അല്ലാതെ കുത്തി പ്രസംഗിക്കുകയല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരെണ്ണം നരകത്തിൽ പോകരുത്, എല്ലാവരും സ്വർഗത്തിലെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു പാസ്റ്ററെ ദൈവം തന്നിട്ടുണ്ട്. പല കൺവെൻഷൻ പ്രസംഗകരും ഉണ്ട്. ചിലര് നല്ല ആളുകളാണ്, ചില ആളുകൾ സത്യം ശരിക്ക് പറയൂല, സ്നാനം പ്രസംഗിക്കൂല, ആഭരണ ഊരണമെന്ന് പറയില്ല. ഇവൻ പിന്നെ എന്താ പ്രസംഗിക്കാനായി നടക്കണേ? സ്തോത്രം. നമ്മളെ ദൈവം വിളിച്ചത് ഭാഗിക സുവിശേഷം പ്രസംഗിക്കാനല്ല, പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കാനാണ്. സ്നാനമില്ലാത്ത സുവിശേഷം ഭാഗിക സുവിശേഷമാണ്, സ്നാനമുള്ള സുവിശേഷമാണ് പൂർണ്ണ സുവിശേഷം. സ്നാനത്തെക്കുറിച്ച് പൗലോസ് 13 പ്രാവശ്യമാണ് തൻ്റെ 14 ലേഖനങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നിട്ട് പോലും 13 പ്രാവശ്യമേ എഴുതിയുള്ളൂ. എന്നാൽ യേശു രണ്ടാമത് വരുമെന്ന് പൗലോസ് 50 പ്രാവശ്യം എഴുതി. എന്താ അത് കൂടുതൽ എഴുതാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ സ്നാനപ്പെട്ടതിനൊക്കെ വല്ല പ്രതിഫലവും കിട്ടണമെങ്കിൽ കർത്താവ് വരണ്ടേ? ആമേൻ. പൗലോസ് എഴുതി കൊരിന്ത്യർക്ക്, ഞങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. മരണത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കുമെങ്കിൽ നമ്മേക്കാൾ മിടുക്കന്മാര് കള്ളുകുടിയന്മാരാണ്. പക്ഷേ മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് അപ്പുറത്ത് ഒരു നല്ല കാലമുണ്ട്. അവൾ ഭാവി കാലം ഓർത്ത് പുഞ്ചിരിടുന്നു. അമ്മച്ചി കൈകൊട്ടി ദൈവത്തെ ആരാധിച്ചു. അമ്മച്ചിക്ക് ഒരു ഭാവി കാലമുണ്ട്. സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തു ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അതിലൊരു വാചകം എങ്ങനെയാണ്? നിന്റെ രാജ്യം വരണമേ. നിന്റെ രാജ്യം വരണമെങ്കിൽ, ദൈവത്തിൻ്റെ രാജ്യം വരണമെങ്കിൽ രാജാവ് വരാതെ സാധ്യമല്ലല്ലോ. ചില ആളുകൾ പ്രാർത്ഥിക്കും, നിന്റെ രാജ്യം വരണമേ, മുറുക്കി തുപ്പിക്കളഞ്ഞ് കുലുക്കുഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, നിന്റെ രാജ്യം വരണമേ. ഈ അച്ചായൻ അറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ രാജ്യം വന്നാൽ പിന്നെ മുറുക്കാൻകട ഭൂമി കാണില്ല എന്ന് അറിഞ്ഞുകൂടാ, വിവരം അറിയാതെ പ്രാർത്ഥിക്കുക. അച്ചായനെ വിളിച്ചിട്ട് മാറ്റിക്കൊണ്ടുപോയി പറഞ്ഞു, അച്ചായൻ എന്നാ പ്രാർത്ഥിച്ച്? നിന്റെ രാജ്യം വരണമേ എന്നല്ലേ? അത് അച്ചായ, ദൈവത്തിൻ്റെ രാജ്യം ഭൂമി വന്നാൽ പിന്നെ മുറുക്കാൻ വാങ്ങാൻ കിട്ടൂല. കാര്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ചോളൂ. സ്തോത്രം, സ്തോത്രം. മാത്രമല്ല അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു എന്നറിയാവോ? കർത്താവിൻ്റെ വരവ്. അവരുടെ പ്രത്യാശ എന്തായിരുന്നു എന്നറിയാവോ? കർത്താവിൻ്റെ വരവ്. പൗലോസ് ഒന്നാമതെഴുതിയ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. അതിൽ 5 അധ്യായങ്ങളാണ്. 5 അധ്യായത്തിലും കർത്താവ് രണ്ടാമത് വരുമെന്ന് എഴുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു വരുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തീർച്ചയായും വരും. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഇന്ന് വളരെ കുറവാണ്. ഹല്ലേലൂയ. പാശ്ചാത്യ സംസ്കാരവും പണവും കേരളത്തിലേക്ക് വന്നതോടുകൂടെ പലരും ലോകമയന്മാരായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. തെരുവിലിറങ്ങി പ്രസംഗിക്കുവാൻ ഇന്ന് ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് സ്റ്റേജ് കെട്ടിക്കൊടുത്താൽ ആളുകൾ പ്രസംഗിക്കും, എന്നാൽ തെരുവിലേക്ക് ഇറങ്ങാൻ ഇന്ന് ആളുകളില്ല. അങ്ങനെയുള്ള വീരന്മാരായ ദൈവദാസന്മാരെ കേരളക്കരയ്ക്ക് ദൈവം സമ്മാനിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം.
തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യം നടക്കത്തില്ല. സത്യം തുറന്നു പറയണം. ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ സത്യം പറഞ്ഞതിനാൽ അവന്റെ തല തളികയിൽ വന്നു. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാൻ സ്വർഗത്തിലേക്ക് പോയി. ഇന്ന് യേശു വന്നാൽ യോഹന്നാൻ തലയോടെ എഴുന്നേറ്റ് വരും. ഹേരോദാവിനെ പോലെയും ഹേരോദിയെ പോലെയും കുറെ നാള് ജീവിക്കണേക്കാൾ നല്ലത് സ്നാപയോഹന്നാനെ പോലെ പെട്ടെന്ന് മരിക്കണതാ. 90-100 കൊല്ലം ജീവിച്ചിരുന്ന് നരകത്തിൽ പോണേക്കാൾ നല്ലത് നല്ല പ്രായത്തിൽ മരിച്ച് സ്വർഗത്തിൽ പോണതാ. കുഞ്ഞെ, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ കൈകൊട്ടി ആരാധിക്കണ്ട. പേടിയില്ലെങ്കിൽ കൈ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി ഇന്ന് കൈകൊട്ടി ആരാധിച്ച ദൈവമക്കള്. ഓ, സത്യത്തിനെതിരെ നിൽക്കുന്നതായ എല്ലാ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് രാത്രി. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ 6 സ്ഥലത്ത് വെച്ചാണ് താൻ രണ്ടാമത് വരുമെന്ന് പറഞ്ഞത്. ഒന്നാമത് യേശു പറഞ്ഞത് ഫിലിപ്പിന്റെ കൈസയുടെ പ്രദേശത്ത് വെച്ച്, രണ്ടാമത് യേശു പറഞ്ഞത് ഒലിവുമലയിൽ വെച്ച്, മൂന്നാമത് യേശു പറഞ്ഞത് മറിയായുടെ വീട്ടിൽ വെച്ച്, നാലാമത് യേശു പറഞ്ഞത് കയ്യാഫാവിന്റെ അരമനയിൽ വെച്ച്, അഞ്ചാമത് യേശു പറഞ്ഞത് തിബിരിയാസ് കടൽക്കരയിൽ വെച്ച്, ആറാമത് യേശു പറഞ്ഞത് പത്മോസ് ദ്വീപിൽ വെച്ച്. ഇങ്ങനെ 6 സ്ഥലത്ത് വെച്ച് യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞു. മത്തായി 16:27 ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് വെച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പൊ യേശു ഒറ്റയ്ക്കല്ല വരുന്നത്. വരുമ്പോൾ അവന്റെ ചുറ്റും ദൂതന്മാരുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കോടി കോടി മാലാഖമാരുടെ അകമ്പടിയോടെയാണ് നമ്മുടെ കർത്താവ് വരുന്നത്. നമ്മുടെ മന്ത്രിമാർ പോകുമ്പോൾ പോലീസുകാർ പിന്നാലെ ഓടിയെത്തുന്നത് പോലെ, സ്തോത്രം, നമ്മുടെ കർത്താവ് വരുമ്പോൾ സ്വർഗത്തിലെ പോലീസുകാരായ ദൂതന്മാരുടെ അകമ്പടിയോടെ യേശു വരികയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വരുമ്പോൾ യേശു നടുവിലും ദൂതന്മാർ ചുറ്റിലുമായിരിക്കും. നമ്മൾ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റും രൂപാന്തരപ്പെട്ടും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ദൂതന്മാർക്ക് നമ്മളെ കാണുമ്പോൾ നാണം തോന്നും. എൻ്റെ കാരണം എന്നറിയോ? ദൂതന്മാരുടെ തേജസ്സിനെ വെല്ലുന്ന തേജസ്സാണ് നമ്മുടെ തേജസ്. മെർക്കുറി ബൾബിന്റെ മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചോണ്ടിരിക്കും ദൂതന്മാർ. മെർക്കുറി ബൾബ് കത്തിച്ചു വെച്ചാൽ അതിൻ്റെ അടുത്ത് മെഴുകുതിരി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ദൂതന്മാർ ദൈവ തേജസ്സുള്ളവരാണ്, ദൈവ തേജസ്സിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ തേജസ്സേറിയവരാണ് നമ്മൾ. സഹോദരി, നിനക്ക് ആ സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ എന്താ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ കാരണം എന്നറിയാവോ? കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചതുകൊണ്ടാണ്. അതാണ് പ്രധാന കാരണം. പക്ഷേ ഈ ലോകത്തിലെ ജോലിയും ചെയ്ത് കുറച്ച് അമ്പളവും മേടിച്ച് അതുകൊണ്ട് കുറച്ച് അരിയും ഇറച്ചിയും മീനും വാങ്ങി തിന്ന് നടക്കണേക്കാൾ എത്ര നല്ലതെന്നറിയാവോ കർത്താവിൻ്റെ വേല ചെയ്യണത്? ഞങ്ങൾ ആരാണെന്ന് ലോകം അറിയാൻ പോകുന്നേ ഉള്ളൂ. ബൈബിൾ സ്കൂളിലെ കഞ്ഞി കുടിച്ചതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്ന ദിവസങ്ങൾ വരുന്നു. എന്നാൽ കുഞ്ഞെ, നീ പൂർണ്ണസമയം വേലയ്ക്ക് ഇറങ്ങിയില്ലെങ്കിലും നീ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വേലയിൽ പങ്കാളിയാകുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, ആമേൻ, പണം കൊടുത്ത് സഹായിക്കുക, മാത്രമല്ല ലഘുലേഖകൾ വിതരണം ചെയ്യുക. ഇങ്ങനെയുള്ള യോഗങ്ങൾക്ക് വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കൈയടിച്ച് ആരാധിക്കുക, യോഗം അനുഗ്രഹിക്കപ്പെടാൻ എന്നൊക്കെ പ്രതിഫലമുണ്ട്. തേജസ്, എനിക്ക് അതിലേക്കൊന്നും കടക്കാൻ സമയമില്ല. ഞാൻ മിന്നൽ പോലെ ഓടിപ്പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഇന്ന് കർത്താവ് തരും. സ്തോത്രം. മാത്രമല്ല യേശുക്രിസ്തു ഒലിവുമലയിൽ വെച്ച് പറഞ്ഞു, മത്തായി 24:37 യേശു ഇങ്ങനെയാ പറഞ്ഞത്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. യേശുക്രിസ്തു വരുമ്പോൾ നോഹയുടെ കാലം പോലെ ആയിരിക്കും ലോകം. നോഹയുടെ കാലത്ത് എന്തായിരുന്നു എന്നറിയാവോ? അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിറ്റും നട്ടും പണതും പോന്നു.
ജലപ്രളയം വന്ന് എല്ലാവരെയും മുക്കിക്കളയുവോളം അവർ അറിഞ്ഞില്ല. ഇന്നും അതാ നടക്കുന്നത്. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് ബ്രോക്കർമാർക്ക് ലൈസൻസ് കൊടുക്കുന്ന കാലം അത്. ഇതുപോലൊരു കാലം എന്നുണ്ടായിട്ടുണ്ട്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി എവിടെ നിന്ന് പറയാ? കല്യാണത്തിന് ഇട നിൽക്കുന്ന ആളുടെ പേരെന്താ? ഉറക്കെ പറ. ബ്രോക്കർ ലൈസൻസ് ഉള്ള ബ്രോക്കർക്ക് ഒരു വീതം കൂടെ കൊടുക്കണം. അവനൊരു ഒരു വർഷം നല്ല കല്യാണം ഒരു 5 എണ്ണം നടത്തിയാൽ അവന് ജീവിക്കാം. ബ്രോക്കർ. ഇത് ഏത് യുഗത്തിലാ? നമ്മുടെ കാലഘട്ടത്തിലല്ലേ ഇതുണ്ടായേ? ഇന്നത്തെ പോലെ കല്യാണം ഏത് കാലത്ത് നടന്നിട്ടുണ്ട്? സ്വത്രം. ഇന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വിളിക്കും, അവിടെ ചെന്നു ഒരു ഒറ്റ ബിരിയാണി, അത് കഴിഞ്ഞ് വീട്ടിൽ പോകാം. വീട്ടിലൊന്നും അല്ല പരിപാടി, വീട്ടിലേക്കൊന്നും പോകണ്ട. അവിടെ ചെന്ന് കല്യാണം കൂടി സദ്യ കഴിച്ച് വീട്ടിൽ പോകാം. അത് അന്നത്തെ കല്യാണം. മാത്രമല്ല വിറ്റും നട്ടും പണതും പോന്നു. ഇന്നത്തെ പോലെ ബിസിനസ് നടക്കുന്ന ഒരു കാലമുണ്ടോ? നട്ടും പണതും പോന്നു. ഇത് എന്തോ നടല. റബ്ബർ നട്ടു, റബ്ബർ നല്ല വിലയായിരുന്നു, ഇപ്പോൾ വില കുറഞ്ഞു. ഇത് വില കുറഞ്ഞാൽ എന്തിനു കൊള്ളാം? തോരൻ ഉണ്ടാക്കാൻ പറ്റുമോ? തോരൻ. റബ്ബർ അരിഞ്ഞ് ഒരു തോരൻ എന്നാണ് അവിടെ പറയുക. റബ്ബർ നുറുക്കി ഒരു കറി, അല്ലെങ്കിൽ അച്ചായന് കിടക്കാൻ ഒരു 4 റബ്ബർ മെത്തയ്ക്ക് പകരം. ഇത് എന്തിനു കൊള്ളാം ഈ സാധനം വില കുറഞ്ഞാൽ? മഴക്കാലത്ത് കുടയ്ക്ക് വരും ചൂടിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇത് വില കുറഞ്ഞാൽ എന്തിനു കൊള്ളാം? കപ്പ നടുന്ന വളപ്പില് മാവും പ്ലാവും ഉണ്ടായിരുന്ന വളപ്പിൽ പറമ്പിൽ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് റബ്ബർ നട്ടു. ആദ്യകാലത്തെ രാജാക്കന്മാര് റോഡിന് 2 സൈഡില് വച്ചു പിടിപ്പിച്ചത് മാവ്, പ്ലാവ്, കോൽപ്പുളി. അതുകൊണ്ട് യാത്രക്കാർക്ക് മാങ്ങ തിന്നാം, തണലുണ്ട്. ചക്ക തിന്നാം, തണലുണ്ട്. ഇന്നത്തെ ഗവൺമെന്റ് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഒരു നെല്ലിക്ക പോലും ഇല്ലാത്ത മരങ്ങളാണ്. കാലം പോയ പോക്ക് നോക്കിയ വിവരദോഷികൾ. ആ നാശകയുടെ 2 സൈഡിൽ 3 മാവ് അങ്ങോട്ട് വെച്ചു പിടിപ്പിച്ചായിരുന്നെങ്കിൽ മാങ്ങ എന്തോരം കിട്ടിയനെ. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാൽ മതി. നമ്മുടെ ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരൊക്കെ ഇനി 3 മാവ് വയ്ക്കാൻ. സ്തോത്രം. വിറ്റും നട്ടും പണതും പോന്നു. ഇന്നത്തെ പോലെ പണി എന്ന് നടക്കുന്നു? ഇന്നത്തെ പോലെ കെട്ടിടപ്പണി നടന്ന ഒരു കാലമുണ്ടോ? പണി തന്നെ പണി. ഇന്ന് ആളുകൾക്ക് പണി കഴിഞ്ഞിട്ട് യോഗത്തിന് പോകാൻ പോലും സമയമില്ല. വളരെ തിരക്ക്, എല്ലാവർക്കും പണി. പാസ്റ്റർമാർക്ക് വരെ പകുതി പാസ്റ്റർ പകുതി പണി. ഗൾഫിൽ അമേരിക്കയിലൊക്കെ പാസ്റ്റർ മുഴുവൻ പാസ്റ്റർ അല്ല, പകുതി പണി പകുതി പാസ്റ്റർ. ഇവിടെ മുഴുവൻ പാസ്റ്റർ, അമേരിക്ക ചെന്ന പകുതി പാസ്റ്റർ. ഇത് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. സ്വതന്ത്രം പറയാമോ? ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ. ജീവിതത്തില്ലെങ്കിൽ സ്റ്റേജിൽ വരുമ്പോൾ വിഴുങ്ങേണ്ടി വരും, ഉണ്ട വിഴുങ്ങണം, വിഴുങ്ങേണ്ടി വരും. സ്വതന്ത്രം. എന്നാൽ ജീവിതത്തിലുള്ളവർക്ക് ഇതെല്ലാം തുറന്നു പറയാം. ഹല്ലേലൂയ. ദൈവമക്കൾ കരങ്ങളടിച്ച് സന്തോഷമാണ് ദൈവത്തെ സ്തുതിക്കേ. നല്ല കാലം ദൈവം തരട്ടെ. നമ്മുടെ പാസ്റ്റർമാരുടെ കണ്ണു തുറക്കട്ടെ. ജൂഡബല ജൂദര ഹബ്ദരാക്ഷര സത്തുരാലക ആഗമനക ജാതുര ഹബ്ദരാലക ജാതുരാക്ഷ. ഹല്ലേലൂയ. ജയം. എന്നോട് സണ്ണി എന്ന് പേരായ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ സൗദി അറേബ്യയ്ക്ക് കൊണ്ടുപോകാം. ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്ന സഭയിലെ ഒരു സഹോദരൻ കുടുംബമായിട്ട് സൗദി അറേബ്യയിലുണ്ട്. അദ്ദേഹത്തിന് എന്നെ കൊണ്ടുപോകാൻ താല്പര്യമായിരുന്നു. എന്നാൽ അതിനു മുമ്പേ സണ്ണി എന്ന് പേരായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, തമ്പി പാസ്റ്ററെ സൗദി അറേബ്യയ്ക്ക് കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചു, വിസിറ്റിംഗ് വിസ കിട്ടുമോ? ബിസിനസ് വിസയാണ് സൗദി അറേബ്യയിൽ കിട്ടത്തുള്ളൂ. ബിസിനസ് വിസയിൽ ഞാൻ സൗദി അറേബ്യക്കില്ല. വിസിറ്റിംഗ് വിസ കിട്ടുമെങ്കിൽ നോക്ക്, എന്നിട്ടാകാം അടുത്ത പരിപാടി. അന്വേഷിച്ചിട്ട് കിട്ടുമെങ്കിൽ ഫോൺ വിളിക്ക്. ഇതുവരെ അദ്ദേഹം പിന്നെ എനിക്ക് ഫോൺ വിളിച്ചിട്ടില്ല. കാരണം അവിടെ പാസ്റ്റർമാർക്ക് വിസിറ്റിംഗ് വിസ ഇല്ല, ബിസിനസ് വിസ. ഒരു പാസ്റ്റർ മാത്രം വേറൊരു വിസയിൽ പോയതായിട്ട് കേട്ടു. വിസിറ്റിംഗും അല്ല, ബിസിനസ്സും അല്ല, വേറൊരു വിസ. വേറെ ആർക്കും കിട്ടിയതായിട്ട് അറിവില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വത്രം.
ബിസിനസ് വിസ. എന്താണ് AK തമ്പി പോകാത്തതിന്റെ കാരണം എന്ന് പറയാമോ? ഞാൻ ബിസിനസ്സുകാരനല്ല. നുണ പറഞ്ഞിട്ട് സൗദി പോയിട്ടുള്ള കാശ് വേണ്ട. സ്വത്രം പറയാമോ? രേഖ ബിസിനസ്സുകാരൻ. അവിടെ ഇറങ്ങുമ്പോൾ വല്ല അറബിയും എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചാൽ ബിസിനസ്സിനാ വന്നേന്ന് നുണ പറയണം. പ്രൈസ് ദി ലോർഡ്. സ്വത്രം സ്വത്രം. ദൈവമക്കളെ, കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കാശ് കേരളത്തിൽ ദൈവം തരും. ആമേൻ. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. ദൈവം അയച്ചാൽ നമ്മൾ പോയാൽ മതി, കാശുണ്ടാക്കാൻ പോകണ്ട. ഈ ബൈബിൾ നമ്മൾ പിടിച്ചത് കാശുണ്ടാക്കാനല്ല, കർത്താവിനെ പ്രസംഗിക്കാനാണ്. ആമേൻ. കാശ് നമ്മുടെ പിന്നാലെ വരണം. പിന്നാലെ വരുമോ? പിന്നാലെ വരും. അതിന്റെ പിന്നാലെ ഓടി നടന്നാൽ അതിനെ പ്രാപിക്കാൻ പറ്റില്ല, സ്വർഗത്തിലും പോകാൻ പറ്റില്ല. പക്ഷേ യേശുവിൻ്റെ പിന്നാലെ നടന്നാൽ ആവശ്യത്തിനുള്ള പണം പിന്നാലെ വരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ മുമ്പിൽ പോകുന്നല്ല വാക്യം. പിന്നെ എന്തെന്നാ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാനോ യഹോവയുടെ ആലയത്തിൽ. ചില സഹോദരൻ ഇടയ്ക്ക് നിന്ന് ഇറങ്ങിപ്പോവും. പ്രസംഗം കഴിഞ്ഞ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ സഹോദരൻ ഹോളിലില്ല, ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെയല്ല. ഞാനോ യഹോവയുടെ ആലയത്തിൽ ഉറക്കെ പറ, ദീർഘകാലം വസിക്കും. അതെ, യഹോവയെ നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നീ കൊടുക്കുമെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. 2007 മാത്രമല്ല, 2008 മാത്രമല്ല, 2009 തന്നാൽ നിന്റെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരും. പെന്തക്കോസ്തുകാരുടെ മക്കള് ഇതുവരെ ലോകത്തിലെ തെണ്ടി നടന്നിട്ടില്ല. ആമേൻ. അമ്മച്ചിമാരെ, കർത്താവിനെ നിങ്ങൾ സേവിച്ചാൽ നിങ്ങളുടെ മക്കൾ പിച്ചപ്പാത്രം എടുക്കേണ്ടി വരില്ല എന്ന് ദാവീദ് പറയും. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നോഹയുടെ കാലം പോലെ തന്നെയാണ് മനുഷ്യപുത്രന്റെ വരവ്. ലോത്തിന്റെ കാലം പോലെ തന്നെയാണ് മനുഷ്യപുത്രന്റെ വരവ്. പാപം വർദ്ധിച്ച കാലയളവ് കണ്ടോ? ബ്രിട്ടനില് പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നു. ബ്രിട്ടൻ അതിൽ നിന്ന് മടങ്ങി വരുന്നില്ലെങ്കിൽ ബ്രിട്ടന്റെ മേൽ ദൈവത്തിന് ന്യായവിധി വരും. അമേരിക്കയിൽ പുരുഷനും സ്വത്രം. ദൈവമക്കളെ, ലോകം വല്ലാതെ വഷളായി. ഞങ്ങൾ പറക്കുന്ന തൃശൂർ ടൗണിൽ കൂടെ ലൈംഗിക തൊഴിലാളികൾ ജാഥ നടത്തി. അതിന്റെ വാർത്ത മാധ്യമത്തിൽ വന്നു, ഫോട്ടോ സഹിതം വന്നു. ലൈംഗിക തൊഴിലാളികൾ തൃശൂർ ടൗണിൽ കൂടെ ജാഥ നടത്തി. അതെ, അത്രത്തോളം ലോകം ഇന്ന് വഷളായി. നോഹയുടെ കാലം, ലോത്തിന്റെ കാലം വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം വല്ലാതെ വഷളായി. കുറച്ച് ജീവിക്കുന്ന ദൈവമക്കളുള്ളത് കൊണ്ട് ദൈവം ന്യായം വിധിക്കാതെ ഇട്ടിരിക്കുകയാണ്. അതെ, ഇങ്ങനെ ഒരു കാലത്ത് വേണം യേശു വരാൻ. യോഹന്നാൻ 14:1 പെസഹാനന്തര പ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, യേശു വരുമെന്ന്. അവിടെ നാം വായിക്കുന്നു, യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മൂലഭാഷയിൽ ഞാൻ നിങ്ങൾക്ക്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നല്ല, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ കണ്ട എത്ര പേരുണ്ട് ദർശനത്തിൽ? ആമേൻ. കേരളത്തിലെ കൊട്ടാരങ്ങൾ കേരളത്തിന് തുല്യമാണ്. ബോംബെയിലെ കൊട്ടാരങ്ങൾ ബോംബെക്ക് തുല്യമാണ്. കൽക്കട്ടയിലെ ന്യൂഡൽഹിയിലെ കൊട്ടാരങ്ങൾ അവയ്ക്ക് തുല്യമാണ്. ഗൾഫിലെ കൊട്ടാരങ്ങൾ ഗൾഫിന് തുല്യമാണ്. ഇംഗ്ലണ്ടിലെ കൊട്ടാരങ്ങൾ ഇംഗ്ലണ്ടിന് തുല്യമാണ്. അതുപോലെ റഷ്യയിലെ കൊട്ടാരങ്ങൾ റഷ്യക്ക് തുല്യമാണ്. അതുപോലെ അമേരിക്കയിലെ കൊട്ടാരങ്ങൾ അമേരിക്കയ്ക്ക് തുല്യമാണ്. സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ സ്വർഗത്തിന് തുല്യമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞ സ്വർഗമാണ്. അനേകം കൊട്ടാരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കൊട്ടാരം ഒരുക്കാൻ പോകുന്നു എന്നാ കർത്താവ് പറഞ്ഞേ. അത് ഇതുവരെ ഒരുക്കി കഴിഞ്ഞിട്ടില്ല. അണ്ഡഘടാകങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവം ഇത്രയും വർഷങ്ങളായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ മനോഹര സൗധത്തിന്റെ ഭംഗി വർണ്ണിക്കുവാൻ ഈ ലോകത്തിൽ ഭാഷയില്ല. ഇതൊന്നും അല്ല നമ്മുടെ യഥാർത്ഥ വീടട്ടോ. ഇതൊക്കെ അല്പകാലത്തേക്ക്. കുഞ്ഞ്, മുകളിലേക്ക് നോക്കുമ്പോൾ വീട് ചോരുന്നുണ്ടെങ്കിൽ പിറുപിറുക്കരുത്. സ്വത്രം പറഞ്ഞു. കാരണം അതിൻ്റെ അപ്പുറത്തൊരു വീട് നമുക്കുണ്ട്. അതാണ് ശാശ്വതമായ വീട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഉയരത്തിൽ പോയി പറക്കണമെന്ന് ആഗ്രഹം.
എല്ലാവർക്കും ഉയരത്തിൽ ബഹിരാകാശത്ത് പോകണമെങ്കിൽ രൂപ എത്ര വേണമെന്നറിയാമോ? എല്ലാവർക്കും മുകളിൽ പോയി പാർക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അവിടെ ചെന്നാൽ പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് കൊണ്ട് പല്ല് തയ്ക്കാൻ കഴിയത്തില്ല. അതിന് നല്ല ഭൂമിയിലാണ്. എന്നാൽ സ്വർഗത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനോഹരമായ നാട്ടിൽ, മനോഹരമായ വീട്ടിൽ, ആമേ, പിതാവിനും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കോടി കോടി ദൂതഗണങ്ങളോടും ശുദ്ധിമാന്മാരോടും കൂടെ നമ്മളായിരിക്കുന്ന ആ നല്ല ദിനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉറക്ക ദൈവത്തെ സ്തുതിക്ക്. പിശാച് നാണിക്കട്ടെ നമ്മുടെ സ്തുതി കണ്ടിട്ട്. ഉറക്ക ദൈവത്തെ സ്തുതിച്ചേ. എത്ര നന്മയാണ് ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ വിസ്തരിച്ച് 4 കോടതികൾ 7 പ്രാവശ്യമാണ്. അതിൽ രണ്ടാമത്തെ കോടതിയാണ് കയ്യഫ മഹാപുരോഹിതൻ. മത്തായി 26-63-64 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ഒന്ന് തലയൊന്ന് പൊക്കി. മഹാപുരോഹിതൻ ആടിപ്പോയി കാണും. യേശു പറഞ്ഞു, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ചോദിക്കേണ്ട ചോദ്യം ചോദിക്കേണ്ടവനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ പറയേണ്ട ഉത്തരം പറയേണ്ടവനോട് പറയേണ്ടതുപോലെ പറഞ്ഞവനാണ് നമ്മുടെ യേശു. ഉടനെ മഹാപുരോഹിതൻ തന്റെ അലങ്കാര വസ്ത്രം വലിച്ചു കീറി. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് മഹാപുരോഹിതൻ അവന്റെ വസ്ത്രം കീറരുതെന്ന്. ഇത് കാണാപ്പാടം മനപ്പാടം പഠിച്ച മഹാപുരോഹിതൻ വസ്ത്രം കീറാൻ കാരണം എന്താണെന്നറിയാമോ? സാക്ഷാൽ മഹാപുരോഹിതനാകുന്ന യേശു അവന്റെ മുമ്പിൽ നിന്നപ്പോൾ നിഴലായ വസ്ത്രം അവൻ കീറിക്കളഞ്ഞു. മിടുക്കന്മാരെ ദഹിപ്പിച്ചിട്ടേക്കുക. സ്തോത്രം, സ്തോത്രം. മാത്രമല്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് അവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തിബിരിയാസ് കടൽക്കരയിൽ പിന്മാറ്റക്കാരായ 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പത്രോസിനെ 3 പ്രാവശ്യം യേശു ഉറപ്പിച്ചു. പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ 3 പ്രാവശ്യം ഉറപ്പിച്ചു. യേശുവിനറിയാം ഒരാളെ എത്ര പ്രാവശ്യം ഉറപ്പിക്കണമെന്ന്. യേശുവിനെ അറിയുന്നില്ലെന്ന് പ്രാകുവാനും ആണയിടാനും തുടങ്ങിയവനെ 3 പ്രാവശ്യം യേശു ഉറപ്പിച്ചു. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്നിവിടെ വന്നിരിക്കുന്നു നിന്നോട് എൻ്റെ യേശു ചോദിക്കുന്നു, നീ ഈ ഇരിക്കുന്നതിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കെട്ടുതാലി പൊട്ടിച്ച് ഭർത്താവിന് തല്ലുകൊണ്ട സഹോദരിമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ടും അവർ കെട്ടുതാലി ഇട്ടില്ല, പെന്തക്കോസിൽ തന്നെ നിന്നു. അവരെ ദൈവം മാനിക്കും. ചില സ്നാനപ്പെടാൻ തടസ്സം പറയണത് ഭർത്താവിന് ഇഷ്ടമല്ല, അപ്പൻ സമ്മതിക്കുന്നില്ല, മോൾ സമ്മതിക്കുന്നില്ല. നിനക്ക് സമ്മതാണോ? നീ മുങ്ങിക്കൂ. മറ്റാരെയും കുറ്റം പറയണ്ട. നീ സ്നാനപ്പെടാതിരിക്കാൻ കാരണം നീ തന്നെയാ. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്ക. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ യേശുവിന്റെ പിന്നാലെ പോകുക. ഉടനെ ചോദിച്ചു, കർത്താവേ, ഇവൻ എന്ത് സംഭവിക്കും? ഉടനെ യേശു പറഞ്ഞു, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? ഉടനെ ആളുകൾ പറഞ്ഞുണ്ടാക്കി യോഹന്നാൻ മരിക്കത്തില്ലെന്ന്. യേശു മരിക്കത്തില്ലെന്നല്ല പറഞ്ഞ്, പിന്നെയോ ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? യേശു പറഞ്ഞത് ഒന്ന്, ഇവര് വ്യാഖ്യാനിച്ചത് വേറെ ഒന്ന്. ഇന്ന് ചിലർ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ചിലർ വ്യാഖ്യാനിക്കുന്നത് യേശു ദൈവമല്ല, യേശു ദൈവം സൃഷ്ടിച്ച ആയുധ സൃഷ്ടിയാണ്. യഹോവ സാക്ഷികൾ. ശാബത്തുകാർ പറയുന്നത് വേറെ ഒന്ന്. 10 കൽപ്പന നീങ്ങിപ്പോയിട്ടില്ല, ബാക്കിയെല്ലാം നീങ്ങിപ്പോയി. 10 കൽപ്പന നീങ്ങിപ്പോയി എന്ന് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കാക്ഷരം ഞാൻ പറയുമ്പോൾ കാരണം നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് 10 കൽപ്പന നീങ്ങിപ്പോയി എന്ന്. പക്ഷെ അവർക്ക് പോയിട്ടില്ല. വെച്ചോണ്ടിരുന്നോട്ടെ, ഒരു ദിവസം മനസ്സിലാകും നീങ്ങിപ്പോയി, നരകത്തിലും പോവും. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദുർവ്യാഖ്യാനം നടത്തുന്നവരുണ്ട്. കുടുംബം സ്നാനപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പള്ളിയിൽ അച്ഛൻ ചോദിക്കുന്നു, പാസ്റ്ററെ, കുടുംബത്തില് കൊച്ചില്ലേ? ഉണ്ടോ? ദുർവ്യാഖ്യാനം. വിശ്വസിച്ചവർക്ക് ആ സ്നാനം എന്ന് ബൈബിളിലുണ്ട്. കുടുംബം സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു എന്നാ. ഹല്ലേലൂയ. അല്ല, കൊച്ചിനെ സ്നാനപ്പെടുത്താന്നല്ല. എന്താ അവര് കൊച്ചി ജനിച്ച് അന്ന് തന്നെ സ്നാനപ്പെടുത്താത്ത? അതിന് മറുപടിയില്ല. കൊച്ചി ജനിച്ച് അന്ന് തന്നെ എന്താ ആശുപത്രി പോയി സ്നാനപ്പെടുത്താത്ത അച്ഛാ? അതിന് മറുപടിയില്ല. എന്തൊരു ദിവസം കുറിച്ചേക്കണേ? ഒന്നും ശരിയല്ല. വിശ്വസിച്ചവർക്കാണ് മാമോദീസ.
സന്തോഷമുള്ളവർ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം ദുർവ്യാഖ്യാനം ചെയ്യുക. യേശു പറഞ്ഞതൊന്ന്, ഇവർ വ്യാഖ്യാനിച്ചത് വേറെ ഒന്ന്. യേശുവോ അവൻ മരിക്കയില്ലെന്നല്ല പറഞ്ഞേ, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്തെന്ന് ചോദിച്ചുള്ളൂ. യേശു വരുമെന്ന് യേശു പറഞ്ഞു. മാത്രമല്ല പത്മോസിൽ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, വെളിപ്പാട് 22:11 മുതൽ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇത് ആരോടുള്ള ദൂത? നാട്ടുകാരോടുള്ളതല്ല, പിന്നെയോ ക്രിസ്ത്യാനികളോടുള്ള ദൂതാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, സ്ഥാനപ്പെട്ടിട്ട് വീടി വലിക്കുന്നവൻ വീടി വലിക്കട്ടെ, പട്ടക്കാരൻ സിഗരറ്റ് വലിക്കട്ടെ, അവനെ നോക്കി നീ വലിക്കണ്ട. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാൻ എന്ത് ചെയ്യട്ടെ? ഓർക്കവര നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. മറ്റൊരു പാസ്റ്ററെ നോക്കി വേറൊരു പാസ്റ്റർ തെറ്റ് ചെയ്യണ്ട, ഒരു വിശ്വാസിയെ നോക്കി വേറെ വിശ്വാസി തെറ്റ് ചെയ്യണ്ട, ഒരുവനെ നോക്കി വേറൊരാളെ തെറ്റ് ചെയ്യണ്ട. കുഞ്ഞേ, നിനക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാൻ ഈ കാലത്ത് സാധിക്കും. നോഹയുടെ കാലത്ത് എല്ലാവരും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ച് പാപം ചെയ്ത കാലത്ത്, ഓരോരുത്തൻ തനിക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്ത കാലത്ത്, തിങ്കളാഴ്ച ജോണിക്കുട്ടിയുടെ കല്യാണം, ചൊവ്വാഴ്ച അവൻ്റെ തന്നെ കല്യാണം, ബുധനാഴ്ച അവൻ്റെ തന്നെ കല്യാണം, അവന് ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായി എടുക്കുന്ന കാലമാണ് നോഹയുടെ കാലം. പക്ഷേ നോഹയുടെ വീട്ടിൽ നോഹയ്ക്കൊരു ഭാര്യ, ഷേമിനൊരു ഭാര്യ, ഹാമിനൊരു ഭാര്യ, യാഫേത്തിനൊരു ഭാര്യ. അവിടെ 4 പുരുഷന്മാർ ആ വീട്ടിലുണ്ട്, 4 സ്ത്രീകളെ ഉള്ളൂ. അന്നുള്ള എല്ലാവരും ഒന്നിലധികം ഭാര്യമാരെടുത്ത കാലത്ത് നോഹയും കുടുംബവും ദൈവത്തിന് വേണ്ടി നിന്നു. കേരളത്തിലുള്ള എല്ലാ പെന്തക്കോസ്തുകാരും ആഭരണം ധരിച്ചാലും ഞാൻ ധരിക്കില്ല എന്ന് പറയാൻ എത്ര പേരുണ്ട് തിരുവനന്തപുരത്ത്? സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ലോകം വഷളായാലും ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജീവിക്കാം. ഏലിയാവിന്റെ കാലത്ത് ആഹാബിന്റെ വട്ടമഹർഷിയായ ഇസബേൽ, അവളുടെ കുലദൈവമാണ് ബാല്, അശേര. ബാല് പുരുഷൻ, അശേര സ്ത്രീ. ഈ ശിവനും പാർവതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദൈവങ്ങളത്. അങ്ങനെ അവള് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ അവളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റി യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുന്ന കാലത്ത് ഏലിയാവിനെ ദൈവം സൂക്ഷിച്ചു. ഏലിയാവ് വിചാരിച്ചു ഏലിയാവ് മാത്രമേ ഉള്ളെന്ന്. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ മാത്രമല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, നമ്മളെക്കാൾ ഭക്തന്മാരായി ജീവിക്കുന്ന അനേക വിശുദ്ധന്മാർ പെന്തക്കോസ്തിലുണ്ട്. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരികയില്ല. ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്, ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ദൈവത്തിന് തിരുവനന്തപുരത്തൊരു ശേഷിപ്പുണ്ട്, തൃശ്ശൂരൊരു ശേഷിപ്പുണ്ട്, കേരളത്തിനൊരു ശേഷിപ്പുണ്ട്, ഇന്ത്യയിലൊരു ശേഷിപ്പുണ്ട്, അമേരിക്കയിലൊരു ശേഷിപ്പുണ്ട്. അതാരൊക്കെയാ നമുക്ക് അറിഞ്ഞുകൂടാ. ജീവിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഇവിടെ വന്ന് ചേർത്തുകൊണ്ട് പോകും. മധ്യാകാശത്തിൽ വന്ന് ജീവിതമില്ലാത്ത ഒരെണ്ണം എടുക്കപ്പെടുകയില്ല. സ്തോത്രം, സ്തോത്രം. യോഗത്തിൽ വന്നിട്ട് ഒരു സ്വത്രം പോലും ഉറക്കെ പറയാത്ത നീ ഏത് സ്വർഗത്തിൽ പോകാനിരിക്കുകയാണെന്ന് ഈ ഒടുവിലത്തെ രാത്രി ഞാൻ പരസ്യമായി ചോദിക്കുന്നു. ചിലക്ക് ഹല്ലേലൂയ സ്വത്രം പറ ഒച്ചയില്ല, പട്ടി കടിക്കാൻ വരുമ്പോൾ ഒരു ഒച്ച എടുക്കും. അപ്പോൾ ഒച്ചയുണ്ട്. ഭാഷ പറഞ്ഞാലൊന്നും ഒച്ച എടുക്കില്ല. അലക്സേഷൻ നായ രാത്രി കുരച്ചുകൊണ്ട് വരട്ടെ, അപ്പോൾ കാണാം ഒച്ചയോടുണ്ടോന്ന്. അയ്യഭാവോ എന്നും പറഞ്ഞുകൊണ്ട് ഓടും. അപ്പോൾ സൗണ്ടുണ്ട്, ഹൃദയത്തിൽ തൊടണം സൗണ്ട് വരണമെങ്കിൽ. സ്തോത്രം, സ്തോത്രം. എനിക്ക് ഈ സ്തോത്രവും ഹല്ലേലൂയയും പറയാത്ത ഉപദേശിമാരെ വിശ്വാസികളെ ഇഷ്ടമില്ല. ഞാൻ നോക്കുന്ന പണമുണ്ടോ, വെളുപ്പുണ്ടോ, ഹൈറ്റുണ്ടോ, വണ്ണമുണ്ടോ, പേഴ്സി കാശുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. സ്തോത്രവും ഹല്ലേലൂയയും പറയുന്ന പാഷന്മാരെ വിശ്വാസികളെ എനിക്കിഷ്ടമാണ്. അവരോടുകൂടി ഒരു രാത്രി താമസിക്കുന്നത് വലിയ സന്തോഷമാണ്. ആമേൻ, ആമേൻ. അല്ലാതെ അവന് മുതലുണ്ട്, അവന് കാറുണ്ട്, അവൻ യോഗത്തിൽ വന്നിട്ട് ഒരു സ്വത്രം പറയില്ലെങ്കിൽ നാമും അവനും തമ്മിൽ എന്ത് കാര്യം? യാക്കോബറ്റ് വലിയ പള്ളി ഉണ്ടായിട്ട് കുറെ ആളുകൾ ഉണ്ടായിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നതാ. എന്തിനാണെന്നറിയോ? പെന്തക്കോസ് നല്ല എന്ന് കരുതിയാ പോന്നേ. ഇതിൽ നല്ല ആളുകളുണ്ട്, അങ്ങനെയുള്ളവരെ മതി നമുക്കെന്ന്. നമുക്ക് ഒരിച്ചാൻ വയറുള്ളൂ, അതിന് ആഹാരം ദൈവം തരും. ഈ ഗോത്രം പറയാത്തവൻ്റെ ഒന്നും കൂട്ടുവേണ്ടാന്ന്.
സ്തോത്രം. ചില ആളുകളുണ്ട്, അവർ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ സ്തോത്രം പറയണം, മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ അവർ സ്തോത്രം പറയില്ല. മിടുക്കന്മാർ അവരങ്ങ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുവാ, നമ്മുടെ ഈ ഇദ്ദേഹത്തെ പോലെ, ശ്രീബുദ്ധനെ പോലെ അങ്ങ് ഇരിക്കുക. മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോഴൊന്നും അവർ ഹല്ലേലൂയയും പറയില്ല, പ്രൈസിലോടും പറയില്ല. പ്രസംഗം ഒത്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാന്യൻ. അവൻ എഴുന്നേറ്റ പിന്നെ എല്ലാവരും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണം. അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാരുടെ പ്രത്യേകത എന്നറിയാവോ? അവര് അങ്ങ് സ്തുതിക്കും. ഈ ബ്രദറുകാർക്ക് അതില്ല, സ്തുതിയില്ല. അവർ നല്ലതുപോലെ വേദപുസ്തകമൊക്കെ വായിച്ച് പഠിക്കും, നന്നായിട്ട് പാട്ടൊക്കെ പാടും, കസേരയിൽ എന്ന പാട്ട് പുസ്തകം നോക്കി. പക്ഷേ നമ്മൾ പാട്ടുപാടി കാസർഗോഡ് എത്തുമ്പോൾ ഇവൻ പാട്ടുപാടി കൊല്ലത്തെ എത്തിയിട്ടുള്ളൂ. ഒരു സ്പീഡില്ല പാട്ടിന്. ഇവൻ പാടി വരുമ്പോഴത്തേക്കും നമ്മൾ കാസർഗോഡ് എത്തും, ഇവൻ കൊല്ലത്തും എത്തും. നമ്മൾ അവരും കൂടെ പാട്ട് പാടാനിരുന്നാൽ ശരിയാവില്ല. അവരിൽ നല്ല ആളുകളുണ്ട്, നല്ലതാണ്, എനിക്ക് അവരിഷ്ടമാണ്, നല്ല ആളുകളാണ്. പക്ഷേ അവർക്ക് ഈ ആത്മനിറവില്ല. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കൈകൊട്ടി ആരാധിക്കുന്നവരോട് കൂടെ ഇരുന്ന് ആരാധിക്കാൻ നല്ല സുഖമാണ്. കുഞ്ഞേ, നീ ആരാധിക്കുന്ന സഭയിൽ ആരാധനയില്ലെങ്കിൽ, നീ ആരാധിക്കുന്നയാളാണെങ്കിൽ നീ അവരോട് കൂടെ ഇരുന്നാൽ നീയും ചത്തുപോകും. അതുകൊണ്ട് നീ അങ്ങ് ആരാധിക്കണം. അപ്പം മറ്റുള്ളവർക്ക് തീ പിടിക്കും. മറ്റുള്ളവർ ആരാധിക്കുന്നില്ലോ എന്ന് വിചാരിച്ച് നീ സ്വതന്ത്രം പറയാതിരുന്നാൽ മറ്റുള്ളവരെ പോലെ നീയും ആയിപ്പോവും. എന്നാൽ നീ അങ്ങ് ദൈവത്തെ സ്തുതിച്ചേ, നിന്റെ അടുത്തിരിക്കുന്നയാൾക്ക് സ്തുതിക്കണമെന്ന് തോന്നും. ഹല്ലേലൂയ. ചില ആളുകൾ മുമ്പിലേക്ക് നോക്കും, പുറകിലേക്ക് നോക്കും, ഇടത്തേക്ക് നോക്കും, വലത്തേക്ക് നോക്കും. എല്ലാവരും സ്തുതിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് സ്തുതിക്കും. അതൊന്നല്ല സ്തുതി. ആരും സ്തുതിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കണം. ഇസ്രായേലിലെ സ്തുതിയുടെ മേൽ വസിക്കുന്നവനാണ് ദൈവം. ആമേൻ. നാം ഇന്നിവിടെ ആരാധിക്കുമ്പോൾ ദൈവം ഇവിടെ എഴുന്നള്ളി വസിക്കും.